الحمد لله رب العالمين. الصلاة والسلام على رسول الكريم وعلى آله وصحبه أجمعين. أما بعد. شروط المسح على الخفين. ഖുഫയിൽ തടവുന്നതിൻ്റെ ഷർത്തുകളാണ് നാം മനസ്സിലാക്കി വരുന്നത്. അതിൽ നാലാമത്തേത് അൻ യകൂനൽ ഖുഫാൻ അവിൽ ജൗറബാൻ അവിൽ അമാമ ത്വാഹിറ. കാലുറയാവട്ടെ, വലിയ ഞെരിയാണിക്ക് മുകളിൽ കയറി നിൽക്കുന്ന വലിയ ഷൂകൾ അല്ലെങ്കിൽ തലപ്പാവ്, ഇത് ത്വാഹിറത്തായിരിക്കണം, ശുദ്ധിയുള്ളതായിരിക്കണം. ഫഇൻ കാനത്ത് നജസ, അത് അശുദ്ധിയുള്ളതാണെങ്കിൽ, മാലിന്യമുള്ളതാണെങ്കിൽ, നജസാണെങ്കിൽ, ഫഇന്നഹു ലാ യജൂസുൽ മസ്ഹു അലൈഹ, അതിൻ്റെ മേൽ തടവാൻ അനുവദനീയമല്ല. വത്വാഹിറു ദിദ്ദുൻ നജസ് വൽ മുതനജ്ജിസ്. ത്വാഹിർ എന്ന് പറഞ്ഞാൽ അത് നജസിൻ്റെ ഓപ്പോസിറ്റാണ്, അതുപോലെ തന്നെ മുതനജ്ജിസിൻ്റെയും. വന്നജസു, നജസ് എന്ന് പറഞ്ഞാൽ നജസുൽ ഐൻ, ഗണ്ഡിതമായ നജസ്. കമാ ലൗ കാനത്തിൽ ഖിഫാഫു മിൻ ജിൽദി ഹിമാരിൻ, ഹിമാറിൻ്റെ, ഡോങ്കി, കഴുതയുടെ തോലിൽ നിന്നുള്ള ഖുഫയാണ്. പണ്ട് കാലത്തൊക്കെ ഇന്നത്തെ പോലെ ഷൂ സൗകര്യങ്ങളും വലിയ കാലുറകളും സോക്സും ഒന്നും ഇല്ലാത്ത കാലത്ത് മൃഗങ്ങളുടെ തോല് കൊണ്ടും മറ്റൊക്കെ ഉള്ള വലിയ ഷൂകളാണ് ധരിച്ചിരുന്നത്. അപ്പോൾ ഹിമാറിൻ്റെ ജിൽദ്, സ്കിന്നിൽ നിന്നുള്ള ഖുഫയാണെങ്കിൽ അത് നജസാണ്. വൽ മുതനജ്ജിസു, മുതനജ്ജിസ് എന്ന് പറഞ്ഞാൽ കമാ ലൗ കാനത് മിൻ ജിൽദി ബഈരിൻ ലാകിൻ അസാബത്ഹ നജാസ, അത് ഒട്ടകത്തിൻ്റെ തോലിൽ നിന്നുള്ള ഖുഫയാണ്, വലിയ ഷൂ ആണ്, അത് അനുവദനീയമാണ്. പക്ഷേ അതിലെന്തായിട്ടുണ്ട്? അതിൽ നജസായിട്ടുണ്ട്. ഇല്ലാ അന്നൽ മുതനജ്ജിസ ഇദാ തഹറ ജാസൽ മസ്ഹു അലൈഹി വസ്സലാത്തു ഫീഹി. എന്നാൽ ഈ ബഈറിൻ്റെ, ഒട്ടകത്തിൻ്റെ സ്കിന്നിൽ നിന്നുള്ള കാലുറ അത് ശുദ്ധമാണെങ്കിൽ തീർച്ചയായും അതിൽ തടവാം, അതിട്ടുകൊണ്ട് നമസ്കരിക്കുകയും ചെയ്യാം. ലഹദീസ് അബീ സഈദ് റളിയല്ലാഹു അൻഹു ഖാല ബൈനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ബി അസ്ഹാബിഹി ഇദ് ഖലഅന അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെയും കൊണ്ട് ഒരിക്കൽ നമസ്കരിക്കുകയായിരുന്നു. നമസ്കാരത്തിനിടയിൽ തൻ്റെ രണ്ട് ചെരുപ്പുകളും അഴിച്ചു വെച്ചു. ഫവദഅഹുമാ അൻ യസാരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തൻ്റെ ലെഫ്റ്റ് സൈഡിൽ വെച്ചു. ഫലമ്മാ റഅ ദാലികൽ ഖൗം അൽഖൗ നിഅലഹും, ഇത് കണ്ടപ്പോൾ ബാക്കിലുണ്ടായിരുന്ന മഅ്മൂമിങ്ങളായ ആളുകൾ അവരും അവരുടെ ചെരുപ്പുകൾ അഴിച്ചു വെച്ചു. ഫലമ്മാ ഖളാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ ഖാല, നബി ചോദിച്ചു, മാ ഹമലകും അലാ ഇൽഖാഇകും നിആലികും, നിങ്ങൾ നിങ്ങളുടെ ചെരുപ്പുകൾ അഴിച്ചു വെക്കാൻ എന്താണ് നിങ്ങളെ പ്രേരിപ്പിച്ചത്? ഖാലു, അവർ പറഞ്ഞു, റഅയ്നാക അൽഖൈത നഅലൈക ഫഅൽഖൈനാ നിആലനാ, നബിയെ താങ്കൾ ചെരുപ്പഴിച്ചു വെക്കുന്നത് ഞങ്ങൾ കണ്ടു, അപ്പോൾ ഞങ്ങളും അഴിച്ചു വെച്ചതാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്ന ജിബ്രീൽ അതാനി, ജിബ്രീൽ എൻ്റെ അടുക്കൽ വന്നു, ഫഅഖ്ബറനി, എന്നെ അറിയിച്ചു, അന്ന ഫീഹിമാ ഖദ്റൻ, തീർച്ചയായും അതിൽ മാലിന്യമുണ്ട്, അഴുക്കുണ്ട്, അതിൽ ഡേർട്ടിയുണ്ട്. അതുകൊണ്ട് തന്നെ വഖാല, എന്നിട്ട് റസൂൽ പറഞ്ഞു, ഇദാ ജാഅ അഹദുക്കും മിനൽ മസ്ജിദ്, നിങ്ങൾ ആരെങ്കിലും പള്ളിയിലേക്ക് വരികയാണെങ്കിൽ, നിങ്ങളിൽ ഒരാൾ വന്നാൽ, ഫൽയൻദുർ ഫഇൻ റഅ ഫീ നഅലൈഹി, അവൻ നോക്കട്ടെ, അവൻ്റെ ചെരുപ്പിൽ വല്ലതും കണ്ടാൽ, ഖദ്റൻ ഔ അദൻ, എന്തെങ്കിലും മാലിന്യം, നജസ് കണ്ടാൽ, ഫൽയംസഹു ബിൽ അർളി വൽയുസല്ലി ഫീഹിമാ, അതവൻ മണ്ണിൽ ഉരസുകയും എന്നിട്ട് അതിൽ നമസ്കരിക്കുകയും ചെയ്യട്ടെ. ഈ ഹദീസ് നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതായിരുന്നാലും ഇതിൽ നിന്ന് 2-3 മസലകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചെരുപ്പിട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാറുണ്ടായിരുന്നു എന്നും, ചെരുപ്പിട്ടുകൊണ്ട് നമസ്കരിക്കൽ അനുവദനീയമാണ് എന്നും. എന്നാൽ അതിന് നജസുള്ളതാണെങ്കിൽ, ചെരുപ്പിൽ നജസായാൽ അത് ശുദ്ധിയാക്കുന്നതിൻ്റെ രൂപം പഠിപ്പിക്കപ്പെട്ടത് ത്വഹാറത്തിൻ്റെ അധ്യായത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. മണ്ണിലൊരസിയാൽ അത് ശുദ്ധിയാകുന്നത് എന്നൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കാം.
വേറൊരു കാര്യം കൂടി അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ കാലഘട്ടത്തിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്ത് അവർ ധരിച്ചിരുന്ന ഖുഫ, അവരുടെ സോക്സ്, അവരുടെ ചപ്പൽ, അവരുടെ ഷൂ എന്നൊക്കെ പറയുന്നതും ഇന്ന് കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്നതും അതും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്. അന്ന് മൃഗങ്ങളുടെ തോലുകൾ ഊറക്കിട്ട് ശുദ്ധിയാക്കിയതിന് ശേഷം അതുകൊണ്ടുള്ള ചെരുപ്പുകളൊക്കെയാണ് അവർ ധരിച്ചിരുന്നത്, വസ്ത്രങ്ങളും. അതേപോലെ തന്നെ അന്നത്തെ പള്ളിയും ഇന്നത്തെ പള്ളിയും മസ്ജിദുകൾ, അന്ന് പറഞ്ഞാൽ മണ്ണിലാണ്. മദീനത്തെ പള്ളിയിലൊക്കെ ഹദീസുകളിൽ കാണാം, മഴ പെയ്തിട്ട് തണ്ണി ഒലിച്ചു വന്ന് പിന്നെ ഞങ്ങൾ സുജൂദ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ നെറ്റിയിലും മുഖത്തും ഒക്കെ ഇങ്ങനെ ചേറായിക്കൊണ്ട് അതിൽ ഒരു റമദാനിൽ ഞങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് സുജൂദ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നതൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരാൾ ഈ ഹദീസ് മനസ്സിലാക്കിയിട്ട് കാർപ്പറ്റൊക്കെ ഇട്ട് അവിടേക്ക് അതേപോലെ ഷൂ ഇട്ടിട്ട് കയറി വന്നാൽ, ചപ്പലിട്ട് കയറി വന്നാൽ അത് ശരിയാവില്ല. പിന്നെയോ നമുക്ക് പല സിറ്റുവേഷനുകളിലും മയ്യത്ത് നമസ്കാരം അത് വലിയ പുറത്ത് ഗ്രൗണ്ടിൽ വെച്ചാണ് നിസ്കരിക്കുന്നത്, അല്ലെങ്കിൽ മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം, വേറെന്തെങ്കിലും നിലക്കുള്ള പെരുന്നാൾ നമസ്കാരം, ഈ സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ചെരുപ്പിട്ട് നമസ്കരിക്കാം. മാത്രമല്ല വേറൊരു സുന്നത്ത് കൂടി അതിലുണ്ട്. ഖാലിഫുൽ യഹൂദ്, നിങ്ങൾ ജൂതന്മാരോട് എതിരാവുക. ജൂതന്മാരവർ ചപ്പലിട്ടുകൊണ്ട് നമസ്കരിക്കാറില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ചാൻസ് കിട്ടിയാൽ ചെരുപ്പിട്ടുകൊണ്ട് നമസ്കരിക്കാവുന്നതാണ് എന്നുള്ള ആ ഹുക്മ് ശറഇലെ ആ ഒരു കാര്യം, അനുവദിക്കപ്പെട്ട വിഷയം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ആ ഒരു ഇൽമ് ഉണ്ടാവുക എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ശരി, വഹാദാ യദുല്ലു അലാ അന്നഹു ലാ യജൂസു അൻ യുസല്ലി ഫീമാ ഫീഹി നജാസ. നജസ് ഉള്ളത് കൊണ്ട് നമസ്കരിക്കാൻ പാടില്ല. അത് ഷൂ ആവട്ടെ, ചെരുപ്പാവട്ടെ, സോക്സ് ആവട്ടെ, നജസ് ഉണ്ടെങ്കിൽ അതിൽ നമസ്കരിക്കാൻ പാടില്ല. വലി അന്ന നജസ ഇദാ മസഹ അലൈഹി ബിൽ മാ തലവസ ബിൻ നജാസ. നജസ് ഉള്ളതിൻ്റെ മേൽ പിന്നെ തടവിയാൽ എന്താകും? അത് പിന്നെ കൂടുതൽ ഫലാ യസിഹുൽ മസ്ഹു അലൈഹി, അതിൻ്റെ മേൽ തടവൽ അനുവദനീയമല്ല. കഴുകിയാലും പിന്നെ അതാകെ എല്ലാ ഭാഗത്തു കൂടി ആവും. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ ഷർത്ത് എന്താണ്? അൻ യകൂനൽ ഖുഫാൻ ഔൽ ജൗറബാൻ അവിൽ അമാമ ത്വാഹിറ. തലപ്പാവാകട്ടെ അതല്ലെങ്കിൽ വലിയ ഷൂ ആകട്ടെ, സോക്സ് ആവട്ടെ, അത് ത്വാഹിറത്തായിരിക്കണം, ശുദ്ധിയുള്ളതായിരിക്കണം എന്ന്. അഞ്ചാമത്തത് അൻ യകൂന സാത്തിറൻ ലി മഹല്ലിൽ ഫർദ്. ഫർദായിക്കൊണ്ട് മസ്ഹ് ചെയ്യാൻ, വൈപ്പ് ചെയ്യാൻ, സോക്സിൽ തടവാനുള്ള ഫർദായ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. നെരിയാണിക്ക് മണികണ്ഠത്തിന് മേലെ കയറി നിൽക്കുന്ന സോക്സിലും ഷൂവിലുമൊക്കെ തടവാൽ അനുവദനീയമുള്ളൂ. അതല്ലാതെ അതിനേക്ക് താഴെ നിൽക്കുന്ന ചെറിയ സോക്സിൽ തടവൽ എന്തല്ല, അനുവദനീയമല്ല. അങ്ങനെ മറഞ്ഞിരിക്കുന്നതായിരിക്കണം നമ്മുടെ ഖുഫ, സോക്സ്. വഅൻ യകൂന സഫീഖൻ ലാ യസിഫുൽ ബശറ. ഈ ഫർളായ ഭാഗം, ആ ഒരു സ്കിന്ന്, ആ ഭാഗം കാണാൻ പാടില്ല, അത് മറഞ്ഞു നിൽക്കുന്നതായിരിക്കണം. വയുഅഫ അനിൽ ഖുറൂഖിൽ യസീറ. ഒരു ചെറിയ ഒരു ഹോളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, അതൊക്കെ മാഫാക്കപ്പെടുന്നതാണ്. ഇപ്പോൾ സോക്സ് ഇട്ടു, വലിയ സോക്സാണ് ഇട്ടത്, പക്ഷെ അതിൻ്റെ ബാക്ക് സൈഡിൽ എന്തൊക്കെ, അതല്ലെങ്കിൽ ഫ്രണ്ട് സൈഡിലൊക്കെ ചെറിയൊരു ഹോളുണ്ട് എങ്കിൽ അത് അഫു നൽകപ്പെടും. വഖദ് റജ്ജഹൽ ഖൗലു ബിഹാദ ഷർത്ത് അൽ അല്ലാമ അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല. ഈ ഷർത്തുകളൊക്കെയാണ് മഹാനായ അല്ലാമ അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹിമഹുല്ലാ, സൗദി അറേബ്യയിലെ ലജ്നത്തു ദായിമയുടെ മഹാപണ്ഡിതനാണ്. അദ്ദേഹം തർജീഹ് ചെയ്ത ഖൗലൊക്കെ അതാണ്. ശരി, മറ്റൊന്ന് അയ്യകൂന മുബാഹൻ ലാ മഗ്സൂബൻ വലാ ഹരീറൻ ലിറജുലിൻ വലാ മസ്റൂഖൻ. നമ്മൾ ധരിച്ചിരിക്കുന്ന സോക്സ് അതല്ലെങ്കിൽ വലിയ ഷൂ, ഇങ്ങനെയുള്ള തലപ്പാവ് നമ്മൾ തടവുന്ന ഇതൊക്കെ മുബാഹായിരിക്കണം, അനുവദനീയമായിരിക്കണം. കട്ടെടുത്തതോ കളവ് മോഷ്ടിച്ചെടുത്തതോ അതല്ലെങ്കിൽ പട്ടുകൊണ്ടുള്ളതോ ആവാൻ പാടില്ല. ആണുങ്ങളാണെങ്കിൽ ഹരീർ എന്താ, പട്ടുവസ്ത്രം, ഗോൾഡ്, ഇതൊക്കെ ആണുങ്ങൾക്ക് മുസ്ലിം ഉമ്മത്തിൽ നിഷിദ്ധമാക്കപ്പെട്ട കാര്യമാണ്. സിൽക്ക്, ഹരീർ എന്ന് പറഞ്ഞ അത് ആണുങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വേറൊരാളത് മോഷ്ടിച്ചെടുത്തത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ മേലെയും എന്താക്കാൻ പാടില്ല, മസ്ഹ് ചെയ്യാൻ, വൈപ്പ് ചെയ്യാൻ പാടുള്ളതല്ല എന്നതാണ്. ഫൈനൽ മുഹറമ നൗആനി. ഹറാമ് രണ്ട് വിധത്തിലുണ്ട്. മുഹറമുൽ ലി കസ്ബിഹി കൽ മഗ്സൂബി വൽ മസ്റൂഖി മുഹറമുൽ ലി ഐനിഹി. ഒന്ന് മോഷ്ടിച്ചെടുത്തത്, കളവ് നടത്തിയെടുത്തത്, വേറൊരാളത് കട്ടെടുത്തത്. മറ്റൊന്നെന്താണ്, അത് മുഹറമുൽ ലി ഐനിഹി, ആ സാധനം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല, ഹറാമാണ്. അതായത് കൽ ഹരീരി ലിർറജുലി, ആണുങ്ങൾക്ക്
ഈ സിൽക്ക് പോലെ. ജീവനുള്ള വസ്തുക്കളുടെ, റൂഹുള്ള വസ്തുക്കളുടെ ഫോട്ടോ ഉള്ളതായ സാധനങ്ങൾ. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സോക്സ് മാത്രമല്ല, നമസ്കാരത്തിനൊക്കെ വരുമ്പോൾ പല ആളുകളും ധരിക്കുന്ന ചില ടീഷർട്ടുകളൊക്കെ അതിൽ മനുഷ്യന്മാരുടെ ഫോട്ടോ ഉള്ളത്, അതുപോലെ തന്നെ മൃഗങ്ങളുടെ ഫോട്ടോ ഉള്ളത്, റൂഹുള്ളതായ ജീവികളുടെ ഫോട്ടോ ഉള്ള ഷർട്ടുകൾ, പാൻസ്, അങ്ങനെയുള്ള ഡ്രസ്സ് നിസ്കാരത്തിൽ എന്നല്ല അല്ലാതെയും മുസ്ലിമീങ്ങൾക്ക് പാടുള്ളതല്ല. പല ആളുകളും പള്ളിയിൽ മസ്ജിദിൽ വരുമ്പോൾ മറ്റുള്ളവരുടെ നിസ്കാരം കൂടി വസ്വാസാക്കി കളയുന്ന രൂപത്തിൽ വലിയ എഴുത്തുകളും അതുപോലെ തന്നെ ചിത്രങ്ങളും ഒക്കെ, പിക്ചറുകളും ഫോട്ടോകളൊക്കെ ഉള്ള ടീഷർട്ടൊക്കെ ഇട്ടിട്ടാണ് വരിക. അങ്ങനെയുള്ളവരുടെ നമസ്കാരത്തെക്കുറിച്ചും ഒക്കെ ഉലമാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കാണ്, വലിയൊരു തെറ്റാണ്. സ്വന്തത്തിനും മറ്റുള്ളവർക്കും ഒരു വലിയ ഉപദ്രവമാണത് ചെയ്യുന്നത്. നമസ്കാരം എന്ന് പറഞ്ഞാൽ വലിയ മഹത്തായ ഒരു ഇബാദത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സ്വയം നമസ്കാരം അത് ബാത്തിലാക്കി കളയരുത്, മറ്റുള്ളവരുടെ നമസ്കാരവും നമ്മൾ ബാത്തിലാക്കാൻ പാടില്ല. അതുകൊണ്ട് ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, വിശുദ്ധ ഖുർആൻ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, നിങ്ങൾ നിങ്ങളുടെ ചന്തം, നിങ്ങളുടെ സീനത്ത്, അലങ്കാരം സ്വീകരിക്കേണ്ടത് എല്ലാ ആരാധനാ വേളകളിലുമാണ്. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വരുമ്പോൾ ആ ഒരു നല്ല അവസ്ഥയിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ധരിച്ച അതേ ഡ്രസ്സിൽ അങ്ങനെ തന്നെ വരിക. മംഗലത്തിന് നമ്മൾ അങ്ങനെ പോവാറില്ല. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും പാർട്ടിക്കോ അതല്ലെങ്കിൽ മാർക്കറ്റിലേക്കോ ഓഫീസിലേക്കോ ഒന്നും ആ ഡ്രസ്സിൽ പോകില്ല. പള്ളിയിലേക്കോ അത് ഏതും ഇട്ട് വരാ എന്നുള്ളൊരു ധാരണ നമുക്കുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ മനസ്സിൽ മസ്ജിദിനോടുള്ള ആ ഒരു, മസ്ജിദിനൊരു വക്കാറത്തുണ്ട്, അതിനൊരു ഗാംഭീര്യവും ഒരു മഹത്വവും കൽപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ മാത്രമേ പള്ളിയിൽ വരുമ്പോൾ ആ നിലക്കുള്ള ഡ്രസ്സുകൾ ധരിക്കാൻ നമ്മുടെ മനസ്സ് പാകപ്പെടുകയുള്ളൂ എന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിച്ചതാണ്. വിഷയം നമ്മളത് ഷോക്സിൽ തടവുന്ന വിഷയമാണ്. ഏതായിരുന്നാലും ശരി, ഇങ്ങനെ ജീവനുള്ള വസ്തുക്കളുടെ ഫോട്ടോയുള്ളത് നമ്മൾ ഇടാൻ പാടില്ല. ഫലാ യജൂസു അൻ യംസഹ അലാ ഹാദൈനി നൗഐനി, ഈ രണ്ട് ഇനങ്ങൾ, അതായത് കട്ടെടുത്തത്, കളവ് നടത്തിയത്, അതല്ലെങ്കിൽ നിഷിദ്ധമായ വസ്തുക്കൾ, ഇതിലും പാടുള്ളതല്ല. ലി അന്നൽ മസ്ഹ അലൽ ഖുഫൈനി റുഖ്സ, ഈ സോക്സിൽ തടവുക എന്നുള്ളത് നമുക്കൊരു എക്സ്ക്യൂസ്, റുഖ്സയാണ്. ഫലാ തസ്തബാഹു ബിഹിൽ മാസിയ, ഒരു ധിക്കാരം കാണിച്ചുകൊണ്ടുള്ള, അതായത് ഹറാമുകൾ ചെയ്തുകൊണ്ടുള്ള ഒരവസ്ഥയിലാവരുത് നമ്മളത് ചെയ്യേണ്ടത് എന്നതാണ്. لأن القول بالجواز مقتضاه إقرار هذا الإنسان على لبس هذا المحرم والمحرم يجب إنكاره. ഹറാമുകൾ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ മേലാവരുത് അള്ളാഹു അനുവദിച്ച റുഖ്സ നമ്മൾ എടുക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.